നമ്മുടെ നാട്ടിലുള്ള ഒരു മത്സരം കാണുന്നതിനായി അതോടൊപ്പം ആ മത്സരത്തിൽ പങ്കാളികളാകുന്നതിനായി റിപ്പോർട്ടർ ടിവിയും ഉണ്ടായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളായി. റിപ്പോർട്ടർ ടിവിയുടെ സഹകരണത്തോടെയാണ് പോണേക്കര സഹൃദയ ക്ലബ്ബ് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 3 ദിവസം നീണ്ട ടൂർണമെന്റ് ആയിരുന്നു. അതിൽ ജേതാക്കളായത് മാജിക് 11 പൊന്നുരുന്നിയാണ്. ഈ 3 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിന്റെ കാഴ്ചകൾ, അതിന്റെ സമാപനത്തിൽ വിജയികളായവരുടെ ഒരു ആവേശ കാഴ്ചകൾ, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിചേർന്നാണ് ഇത്തവണ സഹൃദയ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. പൂർണ്ണ പിന്തുണയുമായി കൊച്ചി സിറ്റി പോലീസും. 3 ദിവസങ്ങളിലായി പോണേക്കര ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ പോരിനിറങ്ങിയത് 16 ടീമുകൾ. വാശിയേറിയ പോരാട്ടത്തിൽ കിരീടത്തിൽ മുത്തമിട്ടത് മാജിക് 11 പൊന്നുരുന്നി. ഫുട്ബോളാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ടൂർണമെന്റ്. സമാപന സമ്മേളനത്തിൽ പോണേക്കരയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. റിപ്പോർട്ടർ ടിവി കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മദ്യവും മയക്കുമരുന്നുമല്ല, ഫുട്ബോളാണ് ഈ നാടിന്റെ ലഹരി. ലഹരി നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മാതൃകയാവുകയാണ് പോണേക്കരയിലെ സഹൃദയ ക്ലബ്ബും ഇവിടുത്തെ സഹൃദയരായ നാട്ടുകാരും. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലഹരിക്കെതിരായ പോരാട്ടം, വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് റിപ്പോർട്ട് പല രീതികളിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സഹകരണം, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന റിപ്പോർട്ടർ ക്യാമ്പയിനൊപ്പം ഉണ്ടാകണം.